Hello everyone, welcome to Inspire Plus. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ഒരു ആദ്യത്തെ സെക്ഷനാണ് അല്ലെ, കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജൂനിയർ ഇൻസ്ട്രക്ടർ ആൻഡ് ഓവർസിയർ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ നടത്തുന്നത്. എല്ലാവരും ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മിനിമം നമ്പർ ഓഫ് എയർ ചേഞ്ചസ് പെർ അവർ റിക്വയർഡ് ഫോർ എ റെസിഡൻഷ്യൽ കിച്ചൺ ഡിസൈൻഡ് ഫോർ 5 or fewer users? ഓക്കെ, അപ്പൊ നമ്മുടെ ബിൽഡിംഗ് പ്ലാനിംഗ് ആൻഡ് ഡ്രോയിങ്ങിന്റെ കോഡുകൾ പ്രകാരമാണ് ആക്ച്വലി നമ്മുടെ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും ചോദിക്കാറുള്ളത്. ഓക്കെ, ഇതും അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യമേ ഓരോ കേസിലുമുള്ള എയർ ചേഞ്ചസ് പെർ അവർ എന്ന് നോക്കാം. ഓക്കെ, സോ ഒന്നാമത്തെ കേസ് റെസിഡൻഷ്യൽ ഹൗസിൻ്റെതാണ്, രണ്ടാമത്തത് പബ്ലിക് ബിൽഡിംഗ്സിന്റെ ആണ്. സോ റെസിഡൻഷ്യൽ ബിൽഡിംഗ്സിന്റെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കുക. ഒന്നാമത്തെ പോയിന്റ്, റെസിഡൻഷ്യൽ ഓർഡറസ് റൂംസ് ആസ് ടോയ്ലറ്റ്, അതായത് ഓർഡറസ് ആയിട്ടുള്ള ഒരു റൂം ആണെന്നുണ്ടെങ്കിൽ, റെസിഡൻഷ്യലി നമ്മൾ യൂസ് ചെയ്യുന്ന ഓർഡറസ് റൂം ആണെങ്കിൽ എത്രയാണ് എയർ ചേഞ്ചസ് എന്ന് പറയുന്നത്? മിനിമം 6 എയർ ചേഞ്ചസ് പെർ അവർ ആയിരിക്കണം. അതുപോലെ തന്നെ കിച്ചൺ ആണെങ്കിൽ റിക്വയർസ് എ മിനിമം ഓഫ് 6 എയർ ചേഞ്ചസ് പെർ അവർ വെൻ ഡിസൈൻഡ് ഫോർ 5 or less number of users. അതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, ടോയ്ലറ്റ് പോലെ ഓർഡറസ് ആയിട്ടുള്ള ഒരു റൂമും കിച്ചണും ആണ് പറഞ്ഞത്. നെക്സ്റ്റ് എന്താണ്, ഓൾ അതർ ഹാബിറ്റബിൾ റൂംസ് ഇൻക്ലൂഡിംഗ് ബെഡ്റൂം ആൻഡ് ഡ്രോയിങ് റൂം ആണെങ്കിൽ എങ്ങനെ വരും? 6ന് പകരം 3 എയർ ചേഞ്ചസ് പെർ അവർ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം എന്താണ് ആൻസർ വരിക? അതായത് നമുക്ക് വേണ്ടത് റെസിഡൻഷ്യൽ കിച്ചൺ ഡിസൈൻഡ് ഫോർ 5 or few users ആണ് അല്ലെ. അപ്പൊ ഏതായിരുന്നത്? രണ്ടാമത്തെ പോയിന്റിലാണ് വരുന്നത്. സോ ആൻസർ വരുന്നത് 6 ആണ് അല്ലെ. അപ്പോൾ ഇത് റെസിഡൻഷ്യൽ ബിൽഡിംഗിന്റെ കേസാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ പബ്ലിക് ബിൽഡിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്, എല്ലാം നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, സോ ഒന്നാമത്തെ പോയിന്റ്, ലെസ് ദാൻ 1 എയർ ചേഞ്ച് പെർ അവർ. അതായത് ലെസ് ദാൻ 1 എയർ ചേഞ്ച് പെർ അവർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ദർ ഇസ് നോ വെന്റിലേഷൻ അല്ലെ, വെന്റിലേഷൻ ഇല്ല. അടുത്ത പോയിന്റ്, സ്മോൾ ക്ലാസ് റൂം ഓർ എ സ്മോൾ ഓഫീസ് റൂം എ മിനിമം ഓഫ് 5 എയർ ചേഞ്ചസ് പെർ അവർ ആണ്. പിന്നീട് എ കിച്ചൺ ഓഫ് എ റെസ്റ്റോറന്റ് ആണെങ്കിൽ എത്രയാണ് എയർ ചേഞ്ചസ് പെർ അവർ? 12 ആണ് മിനിമം. ഓക്കെ, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയിരുന്നെങ്കിൽ അത് 6 ആയേനെ. പബ്ലിക് ബിൽഡിംഗ് ആയതുകൊണ്ട് അതൊരു 12 ആണ് അല്ലെ, അതായത് വിത്ത് കിച്ചൺ ഓഫ് എ റെസ്റ്റോറന്റ്. അടുത്തത് വാർഡ് ഓഫ് എ ഹോസ്പിറ്റൽ ആണെങ്കിൽ മോർ ദാൻ 12 എയർ ചേഞ്ചസ് പെർ അവർ ആണ്. ഓക്കെ, മിനിമം 12 വേണം, എന്ന് വെച്ചാൽ അതിനേക്കാൾ കൂടാം അല്ലെ, ഗ്രേറ്റർ ദാൻ ആയിരിക്കണം 12. ഓക്കെ, പിന്നീട് വരുന്നതാണ്, ഇറ്റ് ഇസ് എ മാക്സിമം ഓഫ് 60 എയർ ചേഞ്ചസ് പെർ അവർ in case of places with the products odorous gases and excessive quantities of heat. അതായത് ഹീറ്റ് കൂടുതലായിട്ട് ഉണ്ടാവുന്നതും അതുപോലെ തന്നെ ഓഡറസ് ഗ്യാസ് ഉണ്ടാവുന്ന പ്രോഡക്ട്സ് അല്ലെ, അതിന്റെയൊക്കെ പ്രോസസ്സിംഗ് ഒക്കെ ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ എന്താണ്, മാക്സിമം 60 എയർ ചേഞ്ചസ് പെർ അവർ ആണ് വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്, മോർ ദാൻ 60 എയർ ചേഞ്ചസ് പെർ അവർ നീഡ് ഹൈ വെലോസിറ്റീസ് ഓഫ് വിൻഡ് എന്റെ കേസാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താണ് നമ്മുടെ ഇതില് റെസിഡൻഷ്യൽ കിച്ചൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following statements are true about the stack effect in natural ventilation? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, it depends on the temperature difference between inside and outside. Then it depends upon the elevation difference between inlets and outlets. It requires narrow window openings on the leeward side. Okay, അപ്പം ആദ്യമേ എന്താണ് സ്റ്റാക്ക് ഇഫക്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് സ്റ്റാക്ക് ഇഫക്റ്റ് എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ ചിമ്മിനികളൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ്? അകത്തുള്ള പുകപടലങ്ങളാണേലും പുകകളാണേലും പൊടിയൊക്കെ ആണെങ്കിലും എന്താണ്, പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എയർ സർക്കുലേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ അകത്തുള്ള ആവശ്യമില്ലാത്ത ഗ്യാസസ് ആണെങ്കിലും എയർ ആണെങ്കിലും ഡസ്റ്റ് ഒക്കെ ആണെങ്കിലും പുറത്തേക്ക് പോകും. അതാണ് സ്റ്റാക്ക് ഇഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒന്നാമത്തെ ഡിപ്പെൻസ് ഓൺ ദി ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസൈഡ് ആൻഡ് ഔട്ട് സൈഡ് അല്ലെ, സ്റ്റാക്ക് ഇഫക്റ്റ്. അതായത് സ്റ്റാക്കിൽ നിന്നും മീൻസ് ചിമ്മിനിയിൽ നിന്ന് ഇതുപോലെയുള്ള പ്രവർത്തനം നടക്കണമെങ്കിൽ, ഇഫക്റ്റീവ് ആയിട്ട് നടക്കണമെങ്കിൽ എന്താണ്, ടെമ്പറേച്ചർ ഡിഫറൻസ്. പിന്നെ വരുന്നത് ഡിപ്പെൻസ് ഓൺ ദി എലിവേഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻലെറ്റ്സ് ആൻഡ് ഔട്ട്ലെറ്റും ഇൻലെറ്റും തമ്മിലുള്ള എലിവേഷൻ ഡിഫറൻസ്. പിന്നീട് വരുന്നത് എന്താണ്, നാരോ വിൻഡോ ഓപ്പണിങ്സ് ഓൺ ദി ലീവേർഡ് സൈഡ്. ഓക്കെ, അപ്പോ ലീവേർഡ് സൈഡ് എന്ന് പറയുമ്പോൾ വിൻഡ്വേർഡ് സൈഡിന് ഓപ്പോസിറ്റ് സൈഡ് ആണ് അല്ലെ. അപ്പൊ മെയിൻ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? 1ഉം 2ഉമാണ് സ്റ്റാഫ് ഇഫക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ആൻസർ വരിക? 1 and 2. സോ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following methods is used to remove warm
vitiated air collected near the roof in kitchen, toilets and laboratories. Okay, laboratories, toilet, kitchenil നിന്നും ഉള്ള ആവശ്യമില്ലാത്ത മീൻസ് വാം ആയിട്ടുള്ള അല്ലെങ്കിൽ വിറ്റിയേറ്റഡ് ആയിട്ടുള്ള അതായത് മീൻസ് എന്താണ് നല്ലതല്ലാത്ത ശുദ്ധമല്ലാത്ത വായു എല്ലാം പുറത്തു തള്ളപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ് ഏതാണ്? സോ ഒന്നാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സർക്യൂട്ടറി ഫാൻ, ദെൻ എക്സ്ഹോസ്റ്റ് സിസ്റ്റം, പ്ലനം സിസ്റ്റം. ഇതാണ് 3 സിസ്റ്റംസ് ഉള്ളത്. ഇതിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ കിച്ചണിലും ടോയ്ലറ്റിലും ലബോറട്ടറീസിലും? ഓക്കെ, അപ്പം നമുക്ക് മീൻസ് നോക്കാം എന്താണെന്നുള്ളത്. എക്സ്ഹോസ്റ്റ് സിസ്റ്റവും പ്ലനം സിസ്റ്റവും ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. സർക്കുലേറ്ററി ഫാൻ എന്താണെന്ന് നമുക്കറിയാലോ അല്ലെ, നോർമൽ ആയിട്ടുള്ള ഫാൻ ആണ്. അപ്പം എക്സ്ഹോസ്റ്റ് സിസ്റ്റവും പ്ലനം സിസ്റ്റവും എന്ന് പറയുന്നത് മെക്കാനിക്കൽ വെന്റിലേഷൻ ആണ്. അതിൽ എക്സോസ്റ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്തായിരിക്കും? എക്സ്ഹോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ ഒരു എന്താണ് നമ്മുടെ ഈ ഒരു എയറും ഒക്കെ നമ്മൾ സക്ക് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു പ്രൊപ്പല്ലർ ടൈപ്പ് ഓഫ് ഫാൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കത് പുറന്തള്ളപ്പെടാൻ പറ്റും. എന്നിട്ട് ഫ്രഷ് എയർ എന്താണ് റൂമിനകത്തേക്ക് സപ്ലൈ ചെയ്യും അതുവഴി. അതുപോലെ തന്നെ ഇതിന് എക്സാമ്പിൾസ് വരുന്നത് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഇൻ കിച്ചൺ, ടോയ്ലറ്റ്, ലബോറട്ടറീസ് ആണ്, ഗിവിംഗ് ഔട്ട് ഹീറ്റ്, ഓഡേഴ്സ് ആൻഡ് സ്മോക്ക്. അതുപോലെ തന്നെ പ്ലനം സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സോസ്റ്റ് സിസ്റ്റം കണ്ടത് പോവുമല്ല വേണ്ടത്, നെക്സ്റ്റ് സിസ്റ്റം കൂടി നോക്കുക, അവിടുത്തെ എക്സാമ്പിൾസ് ഏതെല്ലാമാണ്. ഓക്കെ, അപ്പൊ എന്താ വരുന്നത് നോക്കുക. പ്ലനം സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഇൻജെക്ഷൻ ഓഫ് പ്യുവർ എയർ ഇൻ ടു ദി റൂം ത്രൂ ഡക്ട്സ് ഫോഴ്സിംഗ് ദി വെറ്റിയേറ്റഡ് എയർ ടു ലീവ് ത്രൂ വെന്റിലേറ്റേഴ്സ് ഓർ അതർ ഓപ്പണിങ്സ്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതാണ് ഇൻജെക്ഷൻ ഓഫ് പ്യുവർ എയർ ആണ് അല്ലെ, ഇൻജെക്ട് ചെയ്യുവാണ്. പ്യുവർ എയറിനെ നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നു ബൈ മീൻസ് ഓഫ് ഡക്റ്റ് ആണ് അല്ലെ. നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? അഡോപ്റ്റഡ് ഇൻ ക്രൗഡഡ് ഗ്യാതറിംഗ്സ്. അതായത് ഇപ്പം നമ്മൾ അസംബ്ലി കൂടുതലായിട്ട് ആളുകളൊക്കെ വരുമ്പോഴത്തേനും അല്ലെ, അവിടെ നിന്ന് വെച്ചാൽ നമുക്കറിയാലോ മീൻസ് അവിടുന്ന് ഫ്രഷ് ആയിട്ടുള്ള എയർ സപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഫാക്ടറീസിലൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? കിച്ചൺ, ടോയ്ലറ്റ്, ലബോറട്ടറീസ് നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് സിസ്റ്റം ആണ്? എക്സ്ഹോസ്റ്റ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. സോ ആൻസർ വരുന്നത് only 2, ബി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സിറ്റുവേഷൻസ് ഇസ് ദി പ്ലനം സിസ്റ്റം മോസ്റ്റ് സ്യൂട്ടബിൾ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എവിടെയൊക്കെയാണ്? അസംബ്ലി ഹോൾസിലും ഫാക്ടറീസിലുമാണ് അല്ലെ. അപ്പൊ ആൻസർ വരുന്നത് എന്താണ്? സി ആണ് ആൻസർ വരുന്നത് 1 and 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഈസ് ദി ഡേ ലൈറ്റ് ഫാക്ടർ കാൽക്കുലേറ്റഡ്? ഡേ ലൈറ്റ് ഫാക്ടർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓക്കെ, അപ്പൊ അത് പറയുന്നതിന് മുന്നായിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് നോക്കിയേക്കാം. ഇൻസിഡന്റ് ലൈറ്റ് പ്ലസ് റിഫ്ലക്റ്റഡ് ലൈറ്റ്, ദെൻ റിഫ്ലക്റ്റഡ് ലൈറ്റ് മൈനസ് ഇൻസിഡന്റൽ ലൈറ്റ്, ദെൻ എന്താണ്? ഇൻസിഡന്റൽ ലൈറ്റ് ഇൻറ്റു റിഫ്ലക്റ്റഡ് ലൈറ്റ്. അപ്പൊ രണ്ടും തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അത് നമുക്ക് അറിയില്ല അല്ലെ. അപ്പൊ നമുക്ക് കുറച്ച് റിലേഷൻഷിപ്സും കുറച്ച് സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ നോക്കാം ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത് ട്രാൻസ്മിഷൻ ഫാക്ടർ ആണ് അല്ലെ. ട്രാൻസ്മിഷൻ, എന്തിന്റെ ട്രാൻസ്മിഷൻ? നമുക്കറിയാം ലൈറ്റും വെന്റിലേഷനും ആണ് വേണ്ടത്. സോ ലൈറ്റിന്റെ ട്രാൻസ്മിഷൻ, അപ്പൊ എന്താണ്? ട്രാൻസ്മിഷൻ ഫാക്ടർ ആണ് അല്ലെ. ട്രാൻസ്മിഷൻ ഫാക്ടർ, അപ്പൊ ലൈറ്റിന്റെ ട്രാൻസ്മിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡയറക്ട്ലി റിലേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് ട്രാൻസ്മിഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഷീൽഡിംഗ് ഓഫ് ലൈറ്റ്. അതായത് ലൈറ്റ് കടന്നു വരാൻ തടസ്സപ്പെടുത്തുന്ന എന്താണ്? ആ തടസ്സം. ആ തടസ്സത്തിന് എന്തായിരിക്കും? എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെ. ബിക്കോസ് ഓഫ് ട്രീസ്. ആ ഷീൽഡിംഗ് എന്തൊക്കെ മൂലമാണ്? ട്രീസ്, ഡാർക്ക് കളേർഡ് ഗ്ലാസസ് ഓഫ് ഡോറ്, വിൻഡോസ് ആൻഡ് വെന്റിലേറ്റേഴ്സ് അല്ലെ. അപ്പൊ അടുത്ത് നോക്കുക, റിഫ്ലക്ഷൻ ഫാക്ടേഴ്സ് ആണ്. നമുക്കറിയാം പ്രകാശം നമ്മുടെ കണ്ണിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് നമ്മളൊരു വസ്തുവിനെ കാണുന്നത്. അപ്പൊ റിഫ്ലക്ഷൻ ഫാക്ടറും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റിഫ്ലക്ഷൻ ഫാക്ടർ ഓഫ് വോൾസ്, സീലിംഗ് ആൻഡ് ഫ്ലോറിംഗ് ഇൻ വൈറ്റ് കളേഴ്സ്, അതായത് വൈറ്റ് കളർ ആണ്. നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. വൈറ്റ് കളർ ആണ് എപ്പോഴും പ്രകാശത്തിനെ റിഫ്ലക്ട് ചെയ്യുന്നത്. ഡാർക്ക് കളേഴ്സ് എപ്പോഴും എന്താണ്? പ്രകാശത്തിനെ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ് ഇരുട്ടത്ത് നമ്മളൊന്നും കാണാത്തത് അല്ലെ. സോ വൈറ്റ് കളറിലായിരിക്കും എന്ത്? റിഫ്ലക്ഷൻ കൂടുതലായിട്ട് നടക്കുന്നത്. ഇറ്റ് ഓഫേഴ്സ് 100 റിഫ്ലക്ഷൻ. മനസ്സിലായി? 100% റിഫ്ലക്ഷൻ തരുന്നു. ബ്ലാക്ക് കളർ ആണെങ്കിൽ 0 റിഫ്ലക്ഷനും ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഡേ ലൈറ്റ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻസിഡന്റൽ ലൈറ്റ് പ്ലസ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ്. അതാണ് റിലേഷൻഷിപ്പ്. ഓക്കെ, അതായത് ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റ് മൊത്തത്തിൽ എന്ത് ചെയ്യണം? റിഫ്ലക്ട് ചെയ്ത് വരണം. സോ അതാണ് നമ്മുടെ ഡേ ലൈറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1% ഡേ ലൈറ്റ് ഫാക്ടർ ഇസ് ഈക്വൽ ടു 80 ലക്സും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും വെച്ചിട്ട് നമുക്ക് നോക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്. ആൻസർ വരുന്നത് എന്താണ്? ഇൻസിഡന്റ് ലൈറ്റ് പ്ലസ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ് എന്ത്? ഡേ ലൈറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദി ഇക്വലന്റ് ലക്സ് ഫോർ എ 1% ഡേ ലൈറ്റ് ഫാക്ടർ? നിങ്ങൾ ഓൾറെഡി കണ്ടു അല്ലെ. എത്രയായിരുന്നു വരുന്നത്? 1% ഡേ ലൈറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് 80 ലക്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What should be the characteristics of floors in areas that receive most dust? Okay, അതായത് എന്താണ് പറയുന്നത്? ഏറ്റവും കൂടുതൽ ഡസ്റ്റിനെ റിസീവ് ചെയ്യുന്ന ഫ്ലോർസ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം.
ഒന്ന് സ്മൂത്ത്, ഇംപെർവിയസ്, നോൺ അബ്സോർബിംഗ്. അപ്പൊ ഏതായിരിക്കും വരുന്നത്? വാട്ട് ഷുഡ് ബി ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്ലോർസ് ഇൻ ഏരിയാസ് ദാറ്റ് റിസീവ് മോസ്റ്റ് ഡസ്റ്റ്? ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അതായത് എന്തൊക്കെയായിരിക്കണം? സ്മൂത്ത് ആണ്, ഇംപെർവിയസ് ആണ്, നോൺ അബ്സോർബിംഗ് ആണ്. ഇത് സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലോർ, അതുപോലെ തന്നെ ഇംപെർവിയസ് എന്ന് വെച്ചാൽ എന്താണ്? ഇംപെർവിയസ് എന്ന് വെച്ചാൽ മീൻസ് വെള്ളത്തിനെ ഒന്നും അബ്സോർബ് ചെയ്യാത്തത്. പിന്നെ എന്തായിരുന്നത്? നോൺ അബ്സോർബിംഗ് അല്ലെ? അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദി ഇമ്പാക്ട് ഓഫ് സെലക്ടിങ് എ ബിൽഡിംഗ് സൈറ്റ് ഇൻ എ ഡിപ്രഷൻ ഓൺ ഇറ്റ്സ് എലിഗൻസ്? എലിഗൻസ് എന്ന് വെച്ചാൽ എന്താണ്? ആക്ച്വലി എലിഗൻസ് എന്ന് വെച്ചാൽ ഒരു ബ്യൂട്ടിയാണ്. മീൻസ് നമ്മൾ കാണുമ്പോൾ ആ ഒരു അപ്പിയറൻസ്, അതാണ് എലിഗൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസ്തെറ്റിക് അപ്പിയറൻസ്. ഓക്കെ, അപ്പം ഒരു ബിൽഡിങ്ങിന്റെ സൈറ്റ് നിൽക്കുന്നത് ഒരു ഡിപ്രഷൻ എന്ന് വെച്ചാൽ ഒരു താഴ്ചയിലാണ് എന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ കാണുമ്പോൾ എന്താണ്? ആ ബിൽഡിംഗ് താന്ന് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഗീവ്സ് എ ഡിപ്രസ്ഡ് എലിഗൻസ്, ക്യാച്ചസ് ദി അറ്റൻഷൻ ഓഫ് എവറി വൺ, പ്രൊവൈഡ്സ് ബെറ്റർ കൺഫോമിറ്റി വിത്ത് നേച്ചർ. എങ്ങനെയാണ് വരിക? അതായത് വാട്ട് ഈസ് ദി ഇമ്പാക്ട് ഓഫ് സെലക്ടിങ് എ ബിൽഡിംഗ് സൈറ്റ് ഇൻ എ ഡിപ്രഷൻ ഓൺ ഇറ്റ്സ് എലിഗൻസ്? അതായത് ഒരു ബിൽഡിംഗ് സൈറ്റ് ഡിപ്രഷനിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആഫ്റ്റർ ഇഫക്ട് എന്തായിരിക്കും? ഗീവ്സ് എ ഡിപ്രസ്ഡ് എലിഗൻസ് ആണ് അല്ലെ? അതായത് ഡിപ്രസ്ഡ് ആയിട്ട്, നമുക്ക് ഡിപ്രസ്ഡ് ആയിട്ട് കുഴി മീൻസ് താന്നിരിക്കുന്നത് പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്, gives a depressed elegance. Next question. Which of the following statements is or are correct about flexibility in room planning? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസത്തെ മീൻസ് കഴിഞ്ഞ സെക്ഷനിലുള്ള ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ളത് ഫ്ലെക്സിബിലിറ്റി എന്താണെന്നുള്ളത് അല്ലെ? അതായത് ഒരു റൂം തന്നെ മൾട്ടി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അല്ലെ? അല്ലെങ്കിൽ എന്താണ് നമ്മൾ മീൻസ് എന്താണ് ഒരേ സെയിം ഫംഗ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക ഒരു റൂം അല്ലെ? പല പല. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? A room planned for one function can be used for another if required. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് ബിഗർ റൂംസ് വിത്ത് ഇൻഡിപെൻഡന്റ് ആക്സസ് ഓഫർ ബെറ്റർ ഫ്ലെക്സിബിലിറ്റി അല്ലെ? അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, അതായത് ഓരോ റൂമിനും സെപ്പറേറ്റ് ആക്സസ് ആണെങ്കിൽ. പിന്നെ ഫ്ലെക്സിബിലിറ്റി ഈസ് ഓൺലി ഇമ്പോർട്ടന്റ് ഫോർ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണോ? അല്ലെ? അപ്പൊ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് അതിരിക്കുന്നത്. അപ്പൊ ഫ്ലെക്സിബിലിറ്റി വെച്ചിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എ റൂം പ്ലാൻഡ് ഫോർ വൺ ഫംഗ്ഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ അനദർ, അത് കറക്റ്റ് ആണ് അല്ലെ? അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ബിഗർ റൂംസ് വിത്ത് ഇൻഡിപെൻഡന്റ് ആക്സസ് ഓഫർ ബെറ്റർ ഫ്ലെക്സിബിലിറ്റി, അതും നമ്മുടെ ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചിട്ട് കറക്റ്റ് ആണ്. പിന്നെ വരുന്നത് എന്താണ്? ഫ്ലെക്സിബിലിറ്റി ഈസ് ഓൺലി ഇമ്പോർട്ടന്റ് ഫോർ റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ് ആണോ? ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം മറ്റ് ബിൽഡിങ്ങുകളിലും ഒക്കെ നമുക്ക് എന്താണ് ഒരേ സ്പേസുകൾ തന്നെ പല ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പം മെയിൻ ആയിട്ടും ഫ്ലെക്സിബിലിറ്റിയുടെ കേസിൽ നമ്മുടെ ആദ്യത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണിത്, അത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണിത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ മാറും? ഫ്ലെക്സിബിലിറ്റി ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ബോത്ത് പബ്ലിക് ആൻഡ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ആൻസർ ഏതാണ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്? 1 and 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following are factors that should be considered while planning a residential building? Okay, ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് വേണ്ടത്? ഓക്കെ, കൺസിഡർ ചെയ്യേണ്ടത്. സോ ഒന്ന് സൈറ്റ് കണ്ടീഷൻസ്, ദെൻ നമ്പർ ഓഫ് ഓക്കുപ്പൻസ് ആൻഡ് ദെയർ പ്രൊഫഷൻ, ദെൻ ഫിനാൻഷ്യൽ കണ്ടീഷൻ. എന്താണ് വരിക? ഇത് പ്രത്യേകിച്ച് നമ്മൾ വായിച്ചു നോക്കാൻ ആലോചിച്ച് നോക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലെ? ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ടാണ് എല്ലാവരും ഒരു വീട് വെക്കുന്നത് അല്ലെ? സോ ഓപ്ഷൻസ് കറക്റ്റ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 1, 2 and 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which factors contribute to the elegance of a building? ഒരു ബിൽഡിങ്ങിന്റെ എലിഗൻസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമാണ്? ഓക്കെ, ഫസ്റ്റ് വൺ, സെലക്ഷൻ ഓഫ് സുപ്പീരിയർ ബിൽഡിംഗ് മെറ്റീരിയൽസ്. രണ്ടാമത്തത്, പ്രൊവൈഡിംഗ് പ്രൊജക്ഷൻസ് ലൈക്ക് സൺഷെയ്ഡ്സ് ആൻഡ് ബാൽക്കണീസ്, റെഡ്യൂസിംഗ് കൺസ്ട്രക്ഷൻ കോസ്റ്റ്. ഓക്കെ, അപ്പൊ ഏതാണ് വരിക? അപ്പൊ നമുക്കറിയാം എലിഗൻസ് എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ അപ്പിയറൻസ്, എസ്തെറ്റിക് അപ്പിയറൻസ് ആണ്. എസ്തെറ്റിക്കലി അതിന്റെ ബ്യൂട്ടി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് നമ്മൾ സെലക്ട് ചെയ്യണം അല്ലെ? അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്തത്, പ്രൊവൈഡിംഗ് പ്രൊജക്ഷൻസ് ലൈക്ക് സൺഷെയ്ഡ്സ് ആൻഡ് ബാൽക്കണീസ് അല്ലെ? ഒരു പ്ലെയിൻ ആയിട്ട് ഒരു ബിൽഡിംഗ് പണിയുന്നതിനേക്കാളും കുറച്ച് ഇതുപോലെയുള്ള എന്താണ് പ്രൊജക്ഷൻസ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത്, ബെറ്റർ. അടുത്ത് എന്താണ്? റെഡ്യൂസിങ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആണോ? അല്ല, നമ്മൾ എക്സ്ട്രാ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മീൻസ് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കൺസ്ട്രക്ഷൻ കോസ്റ്റും കൂടുന്നു അല്ലെ? അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് സി ആണ്, 1 and 2. ഓക്കെ, കാരണം എലിഗൻസ് ഇസ് എൻഹാൻസ്ഡ് ബൈ സെലക്ടിങ് സുപ്പീരിയർ ബിൽഡിംഗ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ പ്രൊവൈഡിംഗ് പ്രൊജക്ഷൻസ് ലൈക്ക് സൺഷെയ്ഡ്സ് ആൻഡ് ബാൽക്കണീസ്. പക്ഷേ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഇസ് നോട്ട് എ ഫാക്ടർ ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു എലിഗൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Why should the kitchen be located on the opposite side of the breeze or wind direction in a residential building? ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ നമ്മൾ എപ്പോഴും കിച്ചൺ ലൊക്കേറ്റ് ചെയ്യുന്നത് വിൻഡിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് സൈഡ് ആകുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ടു അവോയ്ഡ് സ്മെൽ സ്പ്രെഡിങ് ഇൻ ടു അതർ റൂംസ്, ഫോർ ബെറ്റർ പ്രൈവസി, ടു പ്രൊവൈഡ് എ ക്ലിയർ വ്യൂ ഓഫ് ദി എൻറ്റയർ ബിൽഡിംഗ്. ഏതിനു വേണ്ടിയിട്ടാണ്?
ബെറ്റർ പ്രൈവസിക്ക് വേണ്ടിയിട്ടാണോ? അല്ല അല്ലെ. ടു പ്രൊവൈഡ് എ ക്ലിയർ വ്യൂ ഓഫ് ദി എൻറ്റയർ ബിൽഡിംഗ് അല്ല. അപ്പൊ ഏതാണ്? ടു അവോയ്ഡ് സ്മെൽ സ്പ്രെഡിങ് ഇൻ ടു അതർ റൂംസ് അല്ലെ. അതാണ് മെയിൻ ആയിട്ട് വരുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which type of plot allows for a maximum of 60% of the site area to be covered by a building? അതായത് ഒരു ബിൽഡിംഗിന്റെ എന്താണ് മാക്സിമം 60% ഓഫ് സൈറ്റ് ഏരിയ കവേർഡ് ആണെങ്കിൽ ആ ഒരു പ്ലോട്ടിനെ വിളിക്കുന്ന ഏത് ടൈപ്പ് പ്ലോട്ട് ആണ് അത്? ഓക്കെ, അപ്പൊ മാക്സിമം കവേർഡ് ഏരിയ, അതുപോലെ തന്നെ ഈ ഒരു പെർസെന്റേജ്, അപ്പൊ ഇങ്ങനെ കുറച്ച് വാല്യൂസ് ഒക്കെ നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. സോ ഒരു ടേബിൾ ഞാൻ കാണിച്ചു തരാം, ഇതുപോലെ തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ, സോ ടൈപ്പ് ഓഫ് ദി പ്ലോട്ട് എ ടൈപ്പ്, ബി ടൈപ്പ്, സി ടൈപ്പ്, ഡി ടൈപ്പ്, ഇങ്ങനെയാണ് പോകുന്നത്. അതിന് കറസ്പോണ്ടിങ് ഏരിയ എന്ന് പറയുന്നത് മോർ ദാൻ 1000 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ എന്താണ്? എ ടൈപ്പ് പ്ലോട്ട് ആണ്. ആ പ്ലോട്ടില് പെർമിസിബിൾ കവേർഡ് ഏരിയ ഓഫ് ദി ബിൽഡിംഗ് എന്ന് പറയുന്നത് 33% ഓഫ് ദി സൈറ്റ് ഏരിയ ആയിരിക്കും. അതായത് പ്ലോട്ട് ഏരിയയുടെ 33%. ബി ടൈപ്പ് ബിൽഡിംഗ് ആണെങ്കിൽ എന്താണ്? 500 മുതൽ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം, അല്ലെങ്കിൽ 501. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സോ എത്ര വരും? 501 മുതൽ 1000 മീറ്റർ സ്ക്വയർ വരെ ആണെന്നുണ്ടെങ്കിൽ എത്രയാണത്? 40% സൈറ്റ് ഏരിയ ആണ് വരുന്നത്. ഓക്കെ, പിന്നീട് വരുന്നത് സി ടൈപ്പ് ബിൽഡിംഗ് ആണെങ്കിൽ 201 മുതൽ, ഇവിടെ ഈ ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ, അത് നിമി ടെക്സ്റ്റിലുള്ള ഒരു മിസ്റ്റേക്ക് ആണ്. സോ 500 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ 201 മീറ്റർ സ്ക്വയർ ടു 500 മീറ്റർ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? സി ടൈപ്പ് പ്ലോട്ട് ആണ്. കറസ്പോണ്ടിങ് കവേർഡ് ഏരിയ ഈസ് 50% ഓഫ് ദി സൈറ്റ് ഏരിയ. അടുത്ത ഡി ടൈപ്പ്. നിങ്ങൾക്ക് എല്ലാം പഠിക്കാൻ എളുപ്പത്തിന് പഠിക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഡി ടൈപ്പ് ആണെങ്കിൽ അപ് ടു 200 മീറ്റർ സ്ക്വയർ മാത്രം, 60% സൈറ്റ് ഏരിയ. ഓക്കെ, അപ്പം ഏരിയ ഓഫ് ദി പ്ലോട്ട് കുറയുന്നതിനനുസരിച്ചിട്ട് എന്താണ്? ഈ ഒരു പെർമിസിബിൾ കവേർഡ് ഏരിയ കൂടിയാണ് വരുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ പ്രകാരം, സോറി, നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ആൻസർ ആണ് മാക്സിമം 60% സൈറ്റ് ഏരിയ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലോട്ട് ഏതാണെന്നാണ്. ഏതാണ് 60%? ടൈപ്പ് ഡി ആണ് അല്ലെ. സോ ഓപ്ഷൻ ഡി. അതുപോലെ തന്നെ ഈ ഒരു കാര്യം ഓർക്കുക, ടെക്സ്റ്റിൽ മിസ്റ്റേക്ക് ഉണ്ട്, അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ എ പ്ലോട്ട് മോർ ദാൻ 1000 മീറ്റർ സ്ക്വയർ, വാട്ട് പെർസെന്റേജ് ഓഫ് ദി സൈറ്റ് ഏരിയ ഈസ് പെർമിസിബിൾ ടു ബി കവേർഡ് ബൈ എ ബിൽഡിംഗ്? അതാണ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലെ. ഫസ്റ്റ് നമ്മൾ പഠിച്ചതാണ്. അതായത് മോർ ദാൻ 1000 മീറ്റർ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈറ്റ് ഏരിയ എത്ര പെർസെന്റേജ് ആണ്? 33% ഓഫ് ദി സൈറ്റ് ഏരിയ ആണ് അല്ലെ, എന്ത് കവേർഡ് ഏരിയ എന്ന് പറയുന്നത്. സോ ആൻസർ വരുന്നത് എ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ റെസിഡൻഷ്യൽ പ്ലാനിംഗ്, വാട്ട് ഈസ് ദി മിനിമം സൈസ് ഓഫ് എ ബാത്റൂം ആസ് പെർ ദ ഗിവൺ ഡീറ്റെയിൽസ്? അതായത് കുറെ ഡയമെൻഷൻസ് വന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ബാത്റൂമിന്റെ മിനിമം സൈസ്, മിനിമം ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, മിനിമം സൈസ്. ഓക്കെ, നമ്മുടെ മിനിമം സൈസ് ബാത്റൂമിന്റെ ഒക്കെ പഠിക്കാറുള്ളതാണ്. ഈ ഒരു ഓപ്ഷൻ പ്രകാരമുള്ള, ഓക്കെ, ഗിവൺ ഡീറ്റെയിൽസ് പ്രകാരമുള്ള മിനിമം സൈസ് ആണ്, അല്ലാതെ കറക്റ്റ് മിനിമം സൈസ് ഒന്നല്ല നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇല്ല എന്ന് വിചാരിക്കരുത്. ഗിവൺ ഡീറ്റെയിൽസ് പ്രകാരം ബാത്റൂമിന് ആകാൻ സാധ്യതയുള്ള മിനിമം സൈസ്. ഓക്കെ, അപ്പൊ ബാത്റൂമിന്റെ നോർമൽ സൈസുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. ഒന്നാമത്തെ നോക്കുക, ഏരിയ ഓഫ് ബാത്റൂം ഷോൾ നോട്ട് ബി ലെസ് ദാൻ 1.8 മീറ്റർ സ്ക്വയർ അല്ലെ. അതായത് ബാത്റൂം മാത്രമാണെന്നുണ്ടെങ്കിൽ, ബാത്റൂം മാത്രം. ഓക്കെ, വിത്ത് എയ്തർ സൈഡ് നോട്ട് ലെസ് ദാൻ 1.2 മീറ്റർ. അപ്പൊ രണ്ട് സൈഡും 1.2 മീറ്റർ ആണ്. കിട്ടിയല്ലോ, ഒരു ഡയമെൻഷൻ കിട്ടിയല്ലോ, 1.2 മീറ്റർ അല്ലെ. ഓക്കെ, അടുത്തത് കാർപ്പറ്റ് ഏരിയ ഓഫ് ലാട്രൈൻ ഷോൾ നോട്ട് ബി ലെസ് ദാൻ, അതായത് ലാട്രൈൻ ആണെങ്കിൽ, ലാട്രൈൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ 1.1 മീറ്റർ സ്ക്വയറിനേക്കാൾ കുറയാൻ പാടില്ല, വിത്ത് ഒരു സൈഡ് 0.9 മീറ്റർ. ഓക്കെ, ദെൻ ഏരിയ ഓഫ് കമ്പൈൻഡ് ബാത്റൂം ആൻഡ് ലാട്രൈൻ ആണെന്നുണ്ടെങ്കിൽ, രണ്ടും കൂടി ആണെങ്കിൽ എന്താണ്? 2.8 മീറ്റർ സ്ക്വയർ ഏരിയയും ഒരു സൈഡ് 1.2 മീറ്റർ മിനിമം. നെക്സ്റ്റ്, ഹൈറ്റ് ഓഫ് ദി ബാത്റൂം. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മിനിമം സൈസ് ഓഫ് ദി ബാത്റൂം. ഇവിടെ ലാട്രൈൻ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല, ബാത്റൂം മാത്രമാണ്. സോ നമുക്ക് ഒരു ഡയമെൻഷൻ കിട്ടി, 1.2 മീറ്റർ. അടുത്ത ഡയമെൻഷൻ വേണ്ടായോ? സോ ഹൈറ്റ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ബാത്റൂം ആൻഡ് ഫോർ ലാട്രൈൻ എന്ന് പറയുന്നത് എന്താണ്? മെഷേർഡ് ഫ്രം ഫ്ലോർ ടു ദി സീലിംഗ് ഷോൾ നോട്ട് ബി ലെസ് ദാൻ 2.1 മീറ്റർ. അപ്പൊ ഒരു ഡയമെൻഷൻ 1.2 മീറ്ററും ഒരു ഡയമെൻഷൻ 2.1 മീറ്ററും ആണ്. അപ്പൊ അതെന്താണ്? അതാണ് നമ്മുടെ മിനിമം വേണ്ടത്. അപ്പൊ എന്താണ്? അതിനേക്കാളും അപ്പൊ നോക്കിക്കേ, അപ്പൊ ഇതില് മീറ്ററിലാണ് പറയുന്നത്, ഇവിടെ എന്താണ്? മില്ലിമീറ്ററിലാണ് പറയുന്നത് അല്ലെ. ഇപ്പൊ 2.1 മീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? 2100 മില്ലിമീറ്റർ ആണ് വരുന്നത് അല്ലെ. 2100 മില്ലിമീറ്റർ. 1.2 മീറ്റർ എന്ന് വെച്ചാൽ എത്ര വരും? 1200 ആണ് മിനിമം വരുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ഓപ്ഷൻ വരത്തില്ലല്ലോ, കാരണം മിനിമം 1200ഉം 2100ഉം വേണം. അപ്പൊ ഇത് വരത്തില്ല അല്ലെ. സോ ആൻസർ വരുന്ന ഏതാണ്? 1600/2000 mm ആണ് വരുന്നത്. ഓക്കെ, 1600 വേണം അല്ലെ, 1.2
2 ആണ് മിനിമം ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ് is specified for bathroom? ബാത്റൂമിന് വേണ്ടി നമ്മൾ എപ്പോഴും അറിയാം, ബാത്റൂമിൽ എന്ന് വെച്ചാൽ എപ്പോഴും എന്താണ്, വെള്ളത്തിന് നനവ് തന്നെയാണ് അല്ലെ, ഓൾട്ടർനേറ്റീവ് ഡ്രൈയിങ് ആൻഡ് വെറ്റിംഗ് ആണ്. സോ ബാത്റൂമിന് വേണ്ടി നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഫ്ലോറിംഗ് എന്ന് പറയുന്നത് സെമി പോളിഷ്ഡ് സ്റ്റോൺ സ്ലാബ് ഫ്ലോറിംഗ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് പ്ലോട്ട് ഹാസ് എ പെർമിസിബിൾ കവേർഡ് ഏരിയ ഓഫ് 50% ഓഫ് ദി സൈറ്റ് ഏരിയ? നമ്മൾ ഓൾറെഡി ആ ടേബിളിൽ കണ്ടതാണ്. 50% വരുമ്പോൾ എത്ര വരും? എത്രയാണ് വരുന്നത്? സി ടൈപ്പ് ആണ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the design process, what percentage increase of the estimated floor area may be assumed for wall space and lobbies? Okay, wall space നും ലോബീസിനും വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് എത്ര പെർസെന്റേജ് ആണ് ഇൻക്രീസ്? ഓക്കെ, അതായത് വാട്ട് പെർസെന്റേജ് ഇൻക്രീസ് ഓഫ് ദി എസ്റ്റിമേറ്റഡ് ഫ്ലോർ ഏരിയ ആണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് കൊടുക്കുന്നത്? വോൾ സ്പേസിനും ലോബീസിനും വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അത് പഠിച്ചു വെച്ചേക്കുക. എന്താണ്? 20 to 25% ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following documents is necessary for obtaining a building permit? ഒരു ബിൽഡിംഗ് പെർമിറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമായിട്ടുള്ളത്? ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രൂഫ് ഓഫ് ഓണർഷിപ്പ് ഓഫ് ദി സൈറ്റ്, ദെൻ ഓണേഴ്സ് നോട്ടീസ് ഓഫ് ഇന്റൻഷൻ ഫോർ ഡെവലപ്മെന്റ്, ദെൻ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി. അപ്പം നമുക്ക് എല്ലാം അറിഞ്ഞിരിക്കണം, പക്ഷെ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടണമെങ്കിൽ എന്തെല്ലാം ഡോക്യുമെന്റ്സ് വേണം? ഓക്കെ, അപ്പൊ അവിടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. ബാക്കി എന്താണ്? പ്രൂഫ് ഓഫ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെ. അപ്പൊ നമുക്ക് അത് വേണം അല്ലെ. അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ എന്താണ്? ഇത് വേണം. പിന്നെന്താണ്? ഓണേഴ്സ് നോട്ടീസ് ഓഫ് ഇന്റൻഷൻ ഫോർ ഡെവലപ്മെന്റ്, അതും വേണം. സോ 1ഉം 2ഉം വേണം. ആൻസർ വരുന്നത് 1 and 2 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഷുഡ് ബി ദ കീ പ്ലാൻ ഓഫ് ദി സൈറ്റ് ഷോ ഫോർ എ ബിൽഡിംഗ് പെർമിറ്റ്? അതായത് ഒരു ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന കീ പ്ലാൻ എങ്ങനെയാണ്? ഓക്കെ, എങ്ങനെയായിരിക്കണം? സോ അതായത് കീ പ്ലാൻ എന്ന് വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ അതിൽ എന്താണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്? ഓക്കെ, so boundaries of the site, location of the site with respect to a neighborhood landmark, details of the proposed buildings interior layout. ഒരു കീ പ്ലാനിൽ നമ്മൾ ഒരിക്കലും എന്ത് കൊടുക്കത്തില്ല? ഇന്റീരിയർ ഡീറ്റെയിൽസ്, ബിൽഡിങ്ങിന്റെ ഇന്റീരിയർ ഡീറ്റെയിൽസ് കൊടുക്കത്തില്ല. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും വരത്തില്ല അല്ലെ. പിന്നെന്താണ്? കീ പ്ലാനിൽ നമ്മൾ ബൗണ്ടറീസ് പ്രൊവൈഡ് ചെയ്യും അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്താണ്? ലൊക്കേഷൻ ഓഫ് ദി സൈറ്റ് വിത്ത്, അതായത് നമ്മുടെ നെയ്ബർഹുഡ് ലാൻഡ്മാർക്ക് ആയിട്ട് കാണിച്ചാണ്, നമ്മൾ ചേർത്ത് വരച്ചിട്ടാണ് കീ പ്ലാൻ വെക്കുന്നത്. ഓക്കെ, സോ ആൻസർ വരുന്നത് എന്താണ്? 1 and 2 ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സ്കെയിൽ ഈസ് റെക്കമെൻഡഡ് ഫോർ ദി സബ്ഡിവിഷൻ ഓർ ലേഔട്ട് പ്ലാൻ ഫോർ എ ബിൽഡിംഗ് പെർമിറ്റ്? ഒരു ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടിയിട്ട് സബ്ഡിവിഷൻ പ്ലാൻ അല്ലെങ്കിൽ ലേഔട്ട് പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് എന്ത് സ്കെയിലാണ് നമ്മൾ അവിടെ റെക്കമെൻഡഡ് സ്കെയിൽ എത്രയാണ്? ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും നോക്കാം. സോ ഒന്ന് കീ പ്ലാനിന്റെ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന സ്കെയിൽ എന്ന് പറഞ്ഞാൽ, കീ പ്ലാൻ എന്തെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബൗണ്ടറീസ് കാണിക്കാനും അതുപോലെ തന്നെ ലൊക്കേഷൻ ഓഫ് ദി സൈറ്റ് വിത്ത് റെസ്പെക്ട് ടു നെയ്ബർഹുഡ് ലാൻഡ്മാർക്ക്, അതാണ് കീ പ്ലാൻ എന്ന് പറയുന്നത്. അതിന്റെ സ്കെയിൽ നോട്ട് ലെസ് ദാൻ 1:10,000 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത സബ്ഡിവിഷൻ അല്ലെങ്കിൽ ലേഔട്ട് പ്ലാൻ എന്ന് വെച്ചാൽ സ്കെയിൽ ഓഫ് നോട്ട് ലെസ് ദാൻ 1:500 ആണ്. ദെൻ ബിൽഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ഡ്രോൺ ടു എ സ്കെയിൽ ഓഫ് 1:100 ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക? 1:500. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which details should be included in the floor plans submitted for a building permit? ഒരു ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫ്ലോർ പ്ലാൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ മീൻസ് റൂഫ് കളഞ്ഞിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുന്ന വ്യൂ പ്ലാൻ അല്ലെ. നമ്മുടെ ബിൽഡിങ്ങിന്റെ പ്ലാനിൽ അതാണ് ഫ്ലോർ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്തെല്ലാമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് സൈസ് ആൻഡ് യൂസ് ഓഫ് റൂംസ് അല്ലെ. ഓരോ റൂമും എന്തല്ല, ബെഡ് അല്ലെ, ഡൈനിങ്, നമ്മളതെല്ലാം മാർക്ക് ചെയ്യും. ദെൻ സൈസ് മാർക്ക് ചെയ്യും, ഡയമെൻഷൻ ചെയ്യും അല്ലെ. അപ്പൊ അതുണ്ട്. പിന്നെന്താണ്? പൊസിഷൻ ഓഫ് സ്റ്റെയർ കേസസ്, വാട്ടർ ക്ലോസറ്റ്, ബാത്ത്, സിങ്ക്, ഇതെല്ലാം നമ്മൾ കാണിക്കും. ദെൻ റൂഫ് സ്ലോപ്സ് ആൻഡ് ഡ്രെയിനേജസ് അല്ലെ, അതെല്ലാം നമ്മൾ കാണിക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ ഒരു ബിൽഡിംഗ് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫ്ലോർ പ്ലാൻസിൽ കാണിക്കാറുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഷുഡ് ബി indicated in the service plan for a building permit? ഒരു ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുന്ന സർവീസ് പ്ലാനിൽ എന്തെല്ലാമാണ് നമ്മൾ കാണിക്കാറുള്ളത്? ഒന്ന് ലൊക്കേഷൻസ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് വാട്ടർ സപ്ലൈ, സീവേജ് ഡിസ്പോസൽ സിസ്റ്റം, ഇലക്ട്രിക്കൽ കണക്ഷൻസ്, എന്തെല്ലാമാണ് കാണിക്കുന്നത്? ഇത് മൂന്നും നമ്മൾ കാണിക്കാറുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അതെന്താണ്? സർവീസ് പ്ലാൻ ആണ്, സർവീസ് പ്ലാൻ. ഓക്കെ, പിന്നീട് വരുന്നത് വാട്ട് ഈസ് ദി മിനിമം സ്കെയിൽ റിക്വയർഡ് ഫോർ എ സൈറ്റ് പ്ലാൻ ഫോർ എ ബിൽഡിംഗ് പെർമിറ്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അല്ലെ, സൈറ്റ് പ്ലാൻ നമ്മൾ വരയ്ക്കുമ്പോൾ എത്രയാണ് നമ്മൾ കൊടുക്കുന്ന ഇതെന്ന്. ഓക്കെ, എത്രയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു എത്രയാണ് സൈറ്റ് പ്ലാനിൽ കൊടുക്കുന്നത്. ഓക്കെ,
സൈറ്റ് പ്ലാനിന്റെ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. സോ സൈറ്റ് പ്ലാൻ നമ്മൾ കൊടുക്കുന്നത് യൂഷ്വൽ ആയിട്ട് 1:1000 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ദ ബിൽഡിംഗ് പ്ലാൻ ഇൻഡിക്കേറ്റ്? ബിൽഡിംഗ് പ്ലാനിൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ ഫ്ലോർ പ്ലാൻ, അത് തന്നെയാണ് ബിൽഡിംഗ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്ലാനും എലിവേഷനും സെക്ഷനുമാണ് നമ്മൾ കാണിക്കാറുള്ളത് അല്ലേ? സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റൻ ആണ് അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ PSC യുടെ ഒരു പാറ്റേൺ. അതുകൊണ്ട് തന്നെ മിക്കവാറും നിങ്ങൾ കാണുന്ന സെന്റൻസുകളെല്ലാം സെന്റൻസ് വൈസ് നോട്ടുകൾ കാണുമ്പോൾ ഒഴിവാക്കാതെ അതുകൂടി ചേർത്തിട്ട് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെക്ഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.